നമ്മുടെ റീചാർജിങ് റൂമും അല്ലെങ്കിൽ മിയാവാക്കി ഇൻഡോർ ജംഗിൾസ് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നോട് കുറച്ച് പേര് ചോദിച്ചു. അപ്പൊ അതൊന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ. വേറെ ഒന്നുമല്ല, മിയാവാക്കി ഇൻഡോർ ജംഗിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഘോരമായ മരങ്ങൾ അല്ലെ, ഫൈറ്റോൺസൈഡ്സ് നമുക്ക് നമ്മുടെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ പറ്റുന്ന മരങ്ങളായ വലിയ വലിയ മരങ്ങളെ നമ്മൾ നിങ്ങളുടെ റൂമിലേക്ക്, നിങ്ങളുടെ ബാൽക്കണി, ഇവിടെ എല്ലാം ഫില്ല് ചെയ്യുന്നതാണ് മിയാവാക്കി ഇൻഡോർ ജംഗിൾസ് എന്ന് പറയുന്നത്. അതായത് ഒരു ജംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ റീചാർജിംഗ് റൂം അങ്ങനെയല്ല. റീചാർജിംഗ് റൂം എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ഓവറോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതായത് പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, മൂക്ക്, നാക്ക്, തൊലി, ചെവി, എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് റീചാർജിംഗ് റൂം. അതായത് ആ റൂം തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് നമ്മൾ താമസിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അവിടെ ആ ഒരു സ്മെല്ല് ഉണ്ടാവും. കാരണം നമ്മൾ ഇവിടെ നട്ടിരിക്കുന്നത് ഒരു കാട് തന്നെയാണ്. ഷ്രബ്സ് ഉണ്ടാവും. ഷ്രബ്സ് മീൻസ് നമ്മുടെ തുളസി ഉണ്ടാവും, അതോടൊപ്പം തന്നെ പനിക്കൂർക്ക, രാമതുളസി, ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ആയുർവേദിക് ആയിട്ടുള്ള ഷ്രബ്സ് ആയിരിക്കും പ്ലാന്റ് പരമായിട്ട് ഇവിടെ ഉണ്ടാവും. അതോടൊപ്പം ഘോരമായ മരങ്ങളും ഉണ്ടാവും. ആൽമരങ്ങൾ, ആര്യവേപ്പ്, അതുപോലെ ഒരുപാട് ലക്ഷ്മി തരു, ഒരുപാട് മരങ്ങളും ഉണ്ടാവും, ഒരുപാട് ഷ്രബ്സും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ റൂമിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ അവിടെ ടെറേറിയം ഉണ്ടാവും. പിന്നെ അവിടെ ഒരു വോൾ ക്രിയേഷൻ ഉണ്ടാവും. വോൾ ക്രിയേഷൻ മീൻസ് അവിടെ ഒരു വിഷ്വലി പ്രസന്റ് ആയിട്ടുള്ള വളരെ കണ്ടുകൊണ്ട് നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഡോപ്പമൈൻ, സെറോട്ടോണിൻ ഇതുപോലത്തെ ഹാപ്പി ഹോർമോൺസിനെ എമിറ്റ് ചെയ്യാൻ സാധിപ്പിക്കുന്ന രീതിയിൽ പല തരത്തിലെ കാഴ്ചകൾ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൊണ്ട് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് റിലാക്സ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ റിലാക്സ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനോ ആൻസൈറ്റി ഡിപ്രഷനോ ഒന്നും ഉണ്ടാവില്ല, ഒരു ഉറക്കമില്ലായ്മ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ നല്ല ക്രിയേറ്റിവിറ്റിയോടെ അവിടെ പഠിത്തം ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അവര് ഉള്ളിലേക്ക് ചെല്ലുന്നത് ഒരു ആയുർവേദിക്കാനുള്ള കണ്ടീഷനാണ്. അതായത് ഒരു ഘോരമായ ഒരു വനത്തിന്റെ ഉള്ളിൽ താമസിച്ചാൽ എങ്ങനെയുണ്ടാവും ആ ഒരു രീതിയായിരിക്കും റീചാർജിംഗ് റൂമിന്റെ ആ ഒരു ക്രിയേഷൻ. ഓക്കെ, അപ്പൊ അതായത് ഒരു എക്കോസിസ്റ്റം തന്നെ. നമ്മൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്, കുഞ്ഞു ഇൻസെക്ട്സ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിലത്തെ ഒരു കാഴ്ച നമുക്ക് തരും. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൊണ്ടാകുമ്പോൾ ആ ഒരു സ്ഥലം ഒരു ഹോളിസ്റ്റിക് റീചാർജിംഗ് യൂണിറ്റ് ആയി മാറും. റിലാക്സ് ഫോഴ്സിന്റെ എല്ലാവിധ സർവീസും, അതായത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 10-12 സർവീസ് ഉണ്ട്. അപ്പൊ ഈ 10-12 സർവീസും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വീട്ടുകാർക്ക് അവർക്ക് എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഭാവി തലമുറയും യാതൊരു ഹെൽത്ത് ഇഷ്യോ, യാതൊരു മാനസിക സംഘർഷമോ ഇല്ലാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയുള്ള ജീവിതമായിരിക്കും ജീവിക്കാൻ പോകുന്നത്. പക്ഷേ അത് ഞങ്ങൾ പറയുന്ന രീതിയിലായാൽ മാത്രം, ഞങ്ങൾ പറയുന്ന ലൈഫ് സ്റ്റൈൽ, ഞങ്ങൾ പറയുന്ന ഫുഡ് ഇതെല്ലാം കഴിച്ചാൽ മാത്രം ഞങ്ങൾക്ക് ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റും.